മേയർ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ബസിന്റെ വേഗപ്പൂട്ടും GPS-ഉം പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വേഗപ്പൂട്ടും GPS-ഉം പ്രവർത്തിക്കുന്നില്ല. ഗതാഗത വകുപ്പിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ നിലവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു കണ്ടെത്തൽ കൂടി ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ശരിയായ സംവിധാനങ്ങളില്ലാതെ അല്ലെങ്കിൽ ശരിയായ പരിശോധന ഇല്ലാതെയാണ് KSRTC ബസ്സുകൾ നിരത്തിൽ ഇറങ്ങുന്നത് എന്നുകൂടിയുള്ളൊരു സൂചന ഇതിലൂടെ ലഭിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് KSRTC മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിരത്തിലൂടെ ബസ് ഓടിക്കുന്നതെന്നുള്ള ഒരു വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മേയർ KSRTC തർക്കത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് യദു ഓടിച്ചിരുന്ന KSRTC ബസ് കഴിയുന്ന പരിശോധിച്ചത്. ഈ മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് പരിശോധിപ്പിച്ചത്. ഈ പരിശോധനയിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ബസിന്റെ വേഗപ്പൂട്ടും GPS-ഉം പ്രവർത്തിക്കുന്നില്ല. വേഗപ്പൂട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ബസ്സിൽ പ്രവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ GPS കാലങ്ങളായി തന്നെ പ്രവർത്തനരഹിതമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ തന്നെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഹെവി ലൈസൻസ് വാഹനങ്ങൾക്ക് വേഗപ്പൂട്ടും അതോടൊപ്പം തന്നെ വേഗപ്പൂട്ടില്ലാത്ത വാഹനങ്ങൾക്ക് GPS-ഉം നിർബന്ധമാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശമാണ് KSRTC ലംഘിച്ചത്. അല്ലെങ്കിൽ KSRTC അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർവീസ് നടത്തുന്നത് വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. കേസിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ അന്വേഷണവുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ പോലീസ് മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് ഈ യദു ഓടിച്ചിരുന്ന ബസ്സിനെ പരിശോധിപ്പിച്ചത്. ഈ പരിശോധനയാണ് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. സ്വകാര്യ വാഹന നിരത്തിലൂടെയുള്ള വാഹനങ്ങൾക്ക് വേഗപ്പൂട്ട്, GPS അതുപോലുള്ള നിയമങ്ങളൊക്കെ കർശനമാക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉൾപ്പെടെ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോഴും ടെസ്റ്റുകളിൽ പരിഷ്കാരം വരുത്തുമ്പോഴുമാണ് സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള അധികാര പരിധിയിലുള്ള KSRTC നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നത് എന്നിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മേയർ KSRTC തർക്കത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് KSRTCയുടെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. ദേവിക, ശരി. മേയർ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ബസിന്റെ വേഗപ്പൂട്ടും GPS-ഉം പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തലുണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ്.